കൊൽക്കത്തയിൽ നിന്നും സുമി ആണ് അയച്ചിരിക്കുന്നത്. ഏ, നാട് എറണാകുളം. സാറിൻ്റെ ജ്യോതിഷ പ്രോഗ്രാമുകൾ എല്ലാം തന്നെ കാണാറുണ്ട്. വിവാഹകാര്യം അറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. വിവാഹത്തിൻ്റെ സമയം, ഭാവി വരൻ്റെ ജോലി, സ്വഭാവം ഇവയെക്കുറിച്ച് ഒക്കെ അറിയണം. ധനു ലഗ്നം, ലഗ്നാധിപൻ വ്യാഴം, 8ാം രാശിയിൽ ഖേതു എന്ന ശിരസറ്റ അഗ്നിഗ്രഹവുമായി യോജിച്ചു നിൽക്കുന്നു. ധനു ലഗ്നത്തിൻ്റെ 7ാം ഭാവാധിപൻ ബുധനും സൂര്യനും ശുക്രനും കൂടി ലഗ്നത്തിൽ. ഇപ്രകാരം കാണുന്ന ഗ്രഹനിലയാണ് 2025 സമംഗളം വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. ബുധൻ്റെ നിൽപ്പ് ബാങ്കിങ് മേഖലയിലുള്ള ട്രഷറി, ലൈഫ് ഇൻഷുറൻസ്, ചിട്ടി, പണയിടപാടുകൾ, ബ്ലേഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ആളും കാഴ്ചയിൽ ഇരുന്നകം, സാമാന്യ കായിക ശേഷി, കാലോചിത ബുദ്ധിശക്തി, സാമാന്യേന ഭേദപ്പെട്ട കുടുംബം ഇത്യാദികളൊക്കെ ഈ രാശിയിൽ നിന്ന് പറയാം. എന്നാൽ 8ൽ ഖേതു നിൽക്കുന്നത് കൊണ്ട് 12 വർഷം പിന്നിടുന്ന മുറയ്ക്ക് ട്രാൻസ്ഫറായി ദൂരെ പോയി ജോലി ചെയ്യുവാനോ അകന്ന് നിൽക്കുവാനോ അകന്ന് കഴിയുവാനോ ഉള്ള ഒരു സാധ്യതകളെ ചൂണ്ടിക്കാണിക്കുന്നു. ആ തദവസരത്തിൽ അല്ലെങ്കിൽ കാലേകൂട്ടി തന്നെ വേണമെങ്കിൽ, വിവാഹത്തോട് കൂടി തന്നെ വേണമെങ്കിലും ദോഷപരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസത്തോടെ അകന്ന് നിൽക്കുകയോ, അല്ലെങ്കിൽ രോഗമായിട്ട് വരികയോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ അടിച്ച് മുന്നോട്ട് പോകുകയോ, 2 പേർക്കും ജോലിയുള്ള 2 പേരും 2 സൈഡിൽ നിൽക്കുന്നതുമൊക്കെ ആകാം. അതിന് ഖേതു എന്ന് പറയുന്നത് ഗ്രഹത്തെ കൂടുതൽ സന്തോഷിപ്പിക്കുക. അതിന് ഖേതുവിൻ്റെ പത്മമിട്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇത്യാദികളാൽ ഗണപതി ഭഗവാനെ ആവാഹിച്ച് പട്ടത്തിലിരുത്തി വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം പഞ്ചഭൂത ശക്തികളാൽ പ്രാർത്ഥിക്കുകയും വിഘ്നേശം സപ്പരസ്വദക്ഷ പടിക ദന്തോല്ലസ ലഡ്ഡു കയർ ദോർഭി പാശ ശ്രണി സദന്ത വരദാഠേർവാ ചതുർഭ്യൂരിതം ശുണ്ടാഗ്രാഹിത ബീജപൂരവൃക്ഷം തൃക്ഷണം സസ്മരേൽ സിന്ദൂരാപവിഭാസ്യ ബന്ധു ശകലാദ്യ കൽപ്പമത്യാസനം ഗണപതി ഭഗവാനെ പ്രീതിപ്പിക്കുന്ന സ്തോത്രം ചൊല്ലി പുഷ്പാർച്ചനകൾ, ഗണപതിയെ നമ എന്നുള്ള പുഷ്പാർച്ചനകളോടുകൂടി മുന്നോട്ട് ആ തദവസരങ്ങളിൽ പോകാവുന്നതാണ്. ഇപ്പോൾ ശർമാജി പറഞ്ഞതനുസരിച്ച് 12 വർഷം കഴിയുമ്പോൾ ഒരു വിരഹം, 12 വർഷം കഴിയുമ്പം ഈ ദമ്പതികൾക്കൊരു വിരഹമുണ്ട്. ആ വിരഹം എന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റത്തോടു കൂടി 2 പേരും ഇപ്പം ജോലിയുള്ളവരായിരിക്കും ഒട്ടുമുക്കാലും. ഇപ്പോൾ ഒരു ബാങ്ക് ജോലിക്കാരനാണ്, ബാങ്ക് ജോലിക്കാർ തന്നെയായിരിക്കും, അല്ല ബാങ്ക് ജോലിക്കാർക്ക് ബാങ്ക് ജോലിക്കാർ. ഇനി അല്ലെങ്കിൽ തന്നെയും ട്രാൻസ്ഫർ വരാം. ഭാവിയിൽ കേന്ദ്ര ഇടപാടുകളൊക്കെ, കേന്ദ്രത്തിലൊക്കെ ട്രാൻസ്ഫർ വരാം. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേനും ആ ദൂരം, ആ ഡ്യൂറേഷൻ വളരെ വലുതായിരിക്കും. ഒന്ന് അങ്ങനെ വരാം, അതുകൊണ്ടുണ്ടാകുന്ന ഒരു വൈഷമ്യം. 2 അസുഖം വന്നെന്തെങ്കിലും തരത്തിൽ വിരഹം വരിക, ഓപ്പറേഷനോ അതുപോലെയൊക്കെയുള്ള വിഷയങ്ങളോ വന്നിട്ട് മാനസികപരമായി അടുത്തും ശാരീരികപരമായി അകന്നു. അതല്ലെങ്കിൽ ഇവിടുത്തെ ജോലിയൊക്കെ നിർത്തി ഗൾഫിലോട്ട് പോയി, അങ്ങനെയുള്ള വിരഹം. അതല്ലെങ്കിൽ മറ്റ് നമ്മൾ ഭയപ്പെടുന്ന രീതിയിലുള്ള വേർപാട്. അതുമല്ലെങ്കിൽ അത് അന്നത്തെ ആ സാഹചര്യവും കൂടെ മുൻനിർത്തി വേണം. ഏതെങ്കിലും ഔദ്യോഗിക തലത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകാമല്ലോ. അതിനകത്ത് അവർക്ക് പല ന്യായീകരണങ്ങളും കാണും. എങ്ങനെയാണെങ്കിലും മനസ്സതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ആ വ്യാഴത്തിൻ്റെ കൂടെ ഖേതു എന്ന ശിരസറ്റ അഗ്നിഗ്രഹം നിൽക്കുന്നത് കൊണ്ടുള്ള ഫലം. ഇനി അഗ്നിഗ്രഹമല്ല, ചൊവ്വയാണെങ്കിൽ ചിലപ്പോൾ അപകടം കൂടുതലായിരിക്കും. ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി, കോടതി കച്ചേരി മുഖാന്തരം വേർപെടുന്ന രീതി. സൂര്യനാണെങ്കിൽ ഡൈവോഴ്സ്, സ്വമേധയാ ഡൈവോഴ്സ് ചെയ്യുക. എനിക്ക് ഈ മനുഷ്യനെ വേണ്ട, ഇനി കോടതി പറഞ്ഞാലും വേണ്ടുകയില്ല,
എത്ര കോടി രൂപ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചാലും വേണ്ടുകയില്ല, ഈ മനുഷ്യനെ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇവളെ വേണ്ട. ഇങ്ങനെ ചില തീരുമാനമുണ്ടല്ലോ, അന്തിമ തീരുമാനം. എത്ര കണ്ട് അടുപ്പിച്ചാലും അകന്നു പോകുന്ന രീതി. അതല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ജീവിതത്തിൽ ഒരു കട്ടുറുമ്പ് കയറുക. കട്ടുറുമ്പെന്ന് വെച്ചാൽ ഉറുമ്പല്ല, ഏതെങ്കിലും സ്വൈരമായിട്ട് പോകാൻ പറ്റാത്ത നിലയിലുള്ള മനസ്സിനെ, ഭർത്താവിനെയാണെന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ആകർഷിക്കത്തക്ക രീതിയും, ഇവളും ഇദ്ദേഹവുമായിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ടപ്പോഹ എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ ഇവളുടെ സൗന്ദര്യവും കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ കളവനായി, ഇവക്കിനി ഇവനെ മതി എന്നുള്ള രീതിയിലുള്ള ദുരൂഹമായ സംശയവും കാര്യങ്ങളും, മാനസിക സ്ഫോടനം. ചന്ദ്രനാണ്, ദുർബല ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ അപമൃത്യു വന്ന് മാറുക. വ്യാഴമാണെങ്കിൽ ആദർശപരമായിട്ട് മാറുക, മക്കളെ കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായം മാറുക. ശനിയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ദുഷ്പേര് കേട്ടിട്ട് താമസിക്കുക. അപ്പം വ്യാഴം, ശനി, ബുധനാണെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പകർച്ചവ്യാധികളോ ഏതെങ്കിലും തരത്തിലുള്ള വാതജന്യ രോഗങ്ങളോ ഒക്കെ കൊണ്ട് നമ്മൾ ജോലിയൊക്കെ രാജിവെച്ച്, അല്ലെങ്കിൽ ഒരിടത്ത് ഭാര്യ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരിടത്ത് ഭർത്താവ് ജോലി ചെയ്യുന്നു, കൂടിക്കാണാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു, ഇങ്ങനെയുള്ള വേർപാട്. അപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം മുതലായിട്ടാണെങ്കിൽ മദ്യം, മയക്കുമരുന്ന് കൊണ്ട് ദുസ്സഹമായ ശല്യം, ഭ്രാന്ത് പോലെ കാണിക്കുക കൂടി കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി കംപ്ലൈൻറ്റുകളുണ്ട്. മടുത്ത് എനിക്കിനി ഭർത്താവിൻ്റെ വീട്ടിലോട്ടോ, ഭർത്താവിനെ ഇനി എൻ്റെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റിലോട്ടോ പിള്ളേർ സമ്മതിക്കുന്നില്ല. സംഭവം ഇതാണ്, ഇയാൾ കുടിച്ചു കഴിഞ്ഞാൽ പിഴയാണ്, കുടിച്ചില്ലെങ്കിൽ നല്ലവനുമാണ്, പക്ഷേ എന്നും കുടിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ചില കേസുണ്ട്. അതല്ലെങ്കിൽ മദ്യം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനും ട്രാഡായിലൊക്കെ കൊണ്ടുപോയി കുത്തിവെച്ചിട്ട് മദ്യശാലയുടെ വാൾക്കെ കൂടെ പോയാൽ തലയൂറ്റി വീഴും, അത്തരം കേസ്. ഇത് വേണ്ടായിരുന്നു, അതേപോലെ കുടിച്ചുകൾ രണ്ട് തല്ലിയാലും വേണ്ടുകയില്ലായിരുന്നു, എനിക്ക് ഈ രംഗം കാണാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും വിഷയങ്ങളോ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളോ, അല്ലെങ്കിൽ സഹോദര ഭാര്യയോ, അല്ലെങ്കിൽ നാത്തൂന്മാരോ, അല്ല മറ്റേതെങ്കിലും തരത്തിൽ അവരുടെ ജീവിതോപാധിക്ക് വേണ്ടി ഒരു കവപശുവായിട്ട് ഇണയെ എടുക്കുവോ, കുറ്റങ്ങളും കൊനഷ്ടും കൊണ്ടുകൂടോത്രാദികളൊക്കെ ചെയ്ത് പറഞ്ഞകറ്റുവോ, ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിൽ ഏത് വേണമെങ്കിലും പെടാം. പക്ഷെ ഒറ്റ വാക്കിൽ 12 കൊല്ലം കഴിയുമ്പോൾ കലഹവിരഹങ്ങൾ ഉണ്ടാവും. അത് കഴിവതും സൊല്യൂഷൻ കുറഞ്ഞു വരാൻ, ഗൗരവം കുറയാനാണ് ഞാനീ പറഞ്ഞ പ്രതിവിധികൾ.